ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ ഒരാളെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരാളെ നിർത്തണം. 3 നേരം ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിലേ നായക്കല്ല, ഇങ്ങനെ ഒരുത്തന് കൊടുക്കണം. ഞങ്ങളുടെ പക്കൽ ഇന്നത്തെ കാലത്തെ ട്രഡീഷണലായ പല മോഡൽസും ഉണ്ട്. അത് ദീപക് സാറിനെ കാണിക്കുമായിരുന്നു. സാറിനെ കാണിക്കാം. സാറിന്റെ അഭിപ്രായം പറയണം. ദീപകിന്റെ മാത്രം അഭിപ്രായമല്ല ഇവിടെ. അഭിപ്രായം പറയേണ്ടത് ദീപക്കും ഋതികയും ഒന്നിച്ച അല്ലേ പ്രതാപ? ഇവരെ മിടുക്കര പ്രതാപ. ഇവരെ എനിക്കറിയാം. നമ്മുടെ കീഴാറ്റൂരിലെ ചെറിയമ്മയുടെ മോളുടെ കല്യാണത്തിനെ ഇവരായിരുന്നു ഈവന്റ് മാനേജ്മെന്റ് ചെയ്തത്, അല്ലേ ഹസീനെ? അതെ മാഡം. പ്രതാപ, നീ അതൊന്ന് കാണണമായിരുന്നു. എന്ത് ഗംഭീരായിട്ടാന്നറിയോ ഇവരത് ചെയ്തത്. ദേ, അതിലും ഗംഭീരമായിട്ടായിരിക്കണം ഇവിടുത്തെ കാര്യങ്ങള്. തീർച്ചയായിട്ടും. മാഡം ഞങ്ങളെ ഇത് ഏൽപ്പിച്ചത് ഞങ്ങളുടെ പെർഫെക്ഷനും കാര്യപ്രാപ്തിയും കണ്ടിട്ടാണല്ലോ. ഉറപ്പായിട്ടും അംബിക മാഡത്തിനെയും വർമ്മ സാറിനെയും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഇതുവരെ ഞങ്ങൾ ചെയ്ത വിവാഹങ്ങളെക്കാൾ ഗംഭീരമായിരിക്കും ഇത്. നീ എന്താ പ്രതാപ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ അഭിപ്രായം കൂടി പറയേ. ഹസീന എന്നല്ലേ പേര് പറഞ്ഞത്? അതെ സാർ. ചേച്ചി പറയുന്ന പോലെ എല്ലാം ചെയ്യണം. ക്യാഷിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കണം നിങ്ങൾ എല്ലാം ചെയ്യേണ്ടത്. അതിനൊരു കുറവ് വരുത്തരുത്. ഞങ്ങളിത് ഗംഭീരാക്കും സാർ. ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത് തന്നെ അഭിമാനമാണ്. ഞങ്ങൾക്ക് ഈ വർക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. രാജു വന്നല്ലോ. ഇനി നമ്മൾ ടെൻഷൻ അടിക്കണ്ട. എല്ലാം രാജു കൃത്യതയോടെ നോക്കും. വർമ്മ സാറേ, ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങള്. ഇത് മര്യാദയാണോ രാജു? ഈ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ നീ ഇലക്ഷന്റെ പുറകെ പോവാണോ വേണ്ടത്? അത് ശരിയാവില്ല. ഈ വിവാഹത്തിന്റെ A to Z എല്ലാം നീ തന്നെ വേണം നോക്കാൻ. മാഡം, എന്താ രാജു, നിനക്ക് ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല മാഡം. പിന്നെ എന്താ രാജു നിന്റെ പ്രശ്നം? നിന്റെ മനസ്സില് വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? സത്യമായിട്ടും എന്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ല മാഡം. ഈ വിവാഹം നല്ല രീതിക്ക് നടക്കണ്ടേ? നടക്കണം മാഡം. നടക്കണമെങ്കിൽ നീ മേൽനോട്ട് നോക്കണം. സാനിയ മോളുടെ വിവാഹം നീയല്ലേ ഭംഗിയായിട്ട് നടത്തിയത്? ഇതും നിന്റെ മേൽനോട്ടത്തിൽ നടക്കണം. മനസ്സിലായോ? മനസ്സിലായി മാഡം. രാജു സർ, ചേച്ചി പറഞ്ഞതുപോലെ നിന്റെ ഒരു മേൽനോട്ടം എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവും സാർ. ശരി. പ്രതാപ, നീ പോവാണോ? ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ റൂമിൽ ഉണ്ടാവും. ഋതുമോൾ അവിടെ നിന്നേ. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്താ അമ്മായി? നീ നിന്ന് ഹസീന കാണിക്കുന്ന ഡിസൈൻ ഏതാണെന്ന് വെച്ചാ സെലക്ട് ചെയ്. വേണ്ട അമ്മായി, അതേതാന്ന് വെച്ചാ ദീപക് സെലക്ട് ചെയ്യട്ടെ. അതെന്തേലും ആവട്ടെ, നീ ഇവിടെ തന്നെ നിക്കണേ. ഹസീനെ, നിനക്ക് രാജുവിനെ അറിയില്ലേ? പിന്നെ എനിക്ക് രാജുവിനെ അറിയാം മാം.
ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ എന്തു പണിയെടുക്കാനും രാജുവിന് ഒരു മടിയുമില്ല. അതും എനിക്കറിയാം. ആഹാ, അത് നിനക്കെങ്ങനെ അറിയാം? എന്നോടെല്ലാം ദീപക് സാർ പറഞ്ഞു. പറഞ്ഞല്ലേ? രാജുവിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവല്ലോ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഏയ്, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തും ചെയ്യാന്ന് പറഞ്ഞ കല്യാണ ദിവസം മുറ്റയടിക്കാൻ പറഞ്ഞ നീ ചെയ്യോ രാജു? പിന്നെ മുറ്റം തൂക്കാൻ പറഞ്ഞ മുറ്റം തൂക്കും, തറ തുടയ്ക്കാൻ പറഞ്ഞ അതും ചെയ്യും. ഇനിയിപ്പോ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ പറഞ്ഞ അതും അവൻ കൊടുക്കും. നീ അതൊക്കെ ചെയ്യൂടാ രാജു? ഒന്നുമില്ലെങ്കിലും പ്രതാപന്റെ പിയല്ലേ. നമ്മള് ഈ ജോലിയൊക്കെ അവന് കൊടുത്താ എങ്ങനെയാ ദീപക്കെ? ഹ, അമ്മ ഒന്ന് പോയേ. അമ്മ അവനുവേണ്ടി ചാകാൻ വരാൻ തയ്യാറാ. പിന്നെയാണോ ഈ ജോലികള്? ആണോ? എങ്കിലും അതൊന്നും അറിയണമല്ലോ. ഹസീനെ, ദീപക്ക് പറഞ്ഞത് ശരിയാ. ഇവൻ പ്രതാപന് വേണ്ടി എന്തും ചെയ്യും. നിങ്ങളിനി പുറമേന്ന് ജോലിക്കാരെ ഒന്നും വിളിക്കണ്ട. എന്തുണ്ടെങ്കിലും ഇവനെ ഏൽപ്പിച്ചാ മതി. മുറ്റം വൃത്തിയാക്കാനോ തൂത്തു തുടയ്ക്കാനോ നിങ്ങൾക്ക് എന്ത് സഹായത്തിനും എല്ലാത്തിനും രാജു ഉണ്ടാവും. നമുക്ക് കാണാലോ രാജുവിന്റെ ആത്മാർത്ഥത. അംബിക മേഡം പറഞ്ഞാൽ മതി, എന്ത് വേണം ചെയ്യാം. കണ്ടോടാ ദീപക്കെ, വിശ്വസ്തനായാൽ ഇങ്ങനെ വേണം. നമ്മുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നല്ലോ. അതിന് 3 നേരം ആഹാരം കൊടുത്താൽ അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. നമ്മൾ വരുമ്പോ എണീറ്റ് നിന്ന് വാലാട്ടും. അല്ലാതെ എന്തെങ്കിലും ഒരു പണി ചെയ്യൂ? നമ്മളൊരാളെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരാളെ നിർത്തണം. 3 നേരം ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിലേ നായക്കല്ല, ഇങ്ങനെ ഒരുത്തന് കൊടുക്കണം. കണ്ടു പഠിക്കടാ മോനെ.